7, 16, 9, 15, 6, 3 എന്നീ സംഖ്യകളുടെ മീഡിയൻ അല്ലെങ്കിൽ മധ്യമം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. തന്നിരിക്കുന്ന സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതാം. ഒന്നുകിൽ ആരോഹണ ക്രമത്തിൽ അല്ലെ അവരോഹണ ക്രമത്തിൽ. ഏറ്റവും വലുതിന് ചെറുതിലോട്ട് അവരോഹണം. ആരോഹണം വന്ന് ഏറ്റവും ചെറുത് ആദ്യം എഴുതുക. ഏത് രീതിയിൽ എഴുതിയാലും മതി. എന്നിട്ട് നടുക്ക് വരുന്ന നോക്കുക. ഇവിടെ 3 ഏറ്റവും ചെറുത്, പിന്നെ ഇതിലുള്ളതിൽ ഏറ്റവും ചെറുത് 6, പിന്നെ 7, 9, 15, 16. ഇവിടെ വലത്തോട്ട് 2 സംഖ്യ, ഇടത്തോട്ട് 2 സംഖ്യ, നടുക്ക് 2 സംഖ്യ വന്നു. 2 സംഖ്യ വന്നാൽ രണ്ടും കൂടി ഒത്ത മധ്യത്ത് ഒരു സംഖ്യ വന്നുള്ളെങ്കിൽ അതായിരിക്കും അതിൻ്റെ മീഡിയൻ. ഇവിടെ 2 വന്നാൽ രണ്ടും കൂടെ കൂട്ടി 2 കൊണ്ട് ഹരിക്കണം. രണ്ടിൻ്റെയും കൂടെ ശരാശരി എടുക്കണം. 16/2 8. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നടുക്ക് ഒരു സംഖ്യ വന്നുള്ളെങ്കിൽ റൈറ്റിലോട്ട് 3, ലെഫ്റ്റിലോട്ട് 3, നടുക്ക് ഒരു സംഖ്യ വന്നെങ്കിൽ ആ സംഖ്യ മാത്രം എഴുതുക. ഇവിടെ നടുക്ക് 2 വന്നു. ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതുക. തന്നിരിക്കുന്ന സംഖ്യകളെ ആരോഹണ ക്രമത്തിലാണ് എഴുതിയേക്കുന്നത്. അതായത് ആദ്യം ഏറ്റവും ചെറുത്, പിന്നുള്ളതിൽ ഏറ്റവും ചെറുത്, അങ്ങനെ കൂടി 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 ഏറ്റവും വലുത്. ചെറിയ ക്ലാസ് പഠിക്കുന്നതാണ് 3ലും 4ലും ഒക്കെ. ഇവിടെ അതുപോലെ ആരോഹണ ക്രമത്തിൽ എഴുതാം. നമുക്ക് 5, 6, 8, 13, 15, 20, 26, 31. ഏതെങ്കിലും വിട്ടുപോയെന്നറിയാം. ഇത് എണ്ണം നോക്കിയാൽ 3, 3, 3, 6, 2, 8. 3, 3, 3, 6, 2, 8. ഇവിടെ നടുക്ക് 2 വന്നേ. ഇടത്തോട്ട് 3, വലത്തോട്ട് 3. നടുക്ക് ഒറ്റ വന്നെങ്കിൽ അതായിരിക്കും അടുത്ത മീഡിയം മധ്യമം. ഇവിടെ 2 വന്നതുകൊണ്ട് രണ്ടും കൂടെ കൂട്ടി 2 കൊണ്ട് ഹരിക്കുക. 28/2, 14 വരും. തന്നിരിക്കുന്ന സംഖ്യകളെ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ ഇഷ്ടമുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ എഴുതാം. ഒത്ത മധ്യത്ത് ഒരു സംഖ്യ വന്നെങ്കിൽ അതാണ് അതിൻ്റെ മധ്യമം. 2 സംഖ്യ വന്നെങ്കിൽ രണ്ടും കൂടെ കൂട്ടി 2 കൊണ്ട് ഹരിക്കുക.